കഴിഞ്ഞ ദിവസം നടന്ന ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പല അഭിപ്രായങ്ങളും പല കോണുകളിൽ നിന്നും പല സംസാരങ്ങളും വന്നു. ഇതിന് മരണകാരണം റോഡ് വീതിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്നുള്ള അവകാശവാദങ്ങളുമായിട്ട് ഒരുപാട് പേർ വന്നു. പക്ഷെ ആ CCTV ദൃശ്യങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ, ഈ മരണം റോഡ് വീതി കുറവ് കൊണ്ട് മാത്രം നടന്ന ഒരു മരണമല്ല. കാരണം ഈ CCTV ദൃശ്യത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വലതുവശത്ത് ഒരുപാട് സ്ഥലങ്ങൾ, അതിനുശേഷമാണ് ഒരു ഓട്ടോ വരെ അതിലൂടെ കടന്ന് പാസ്സായി പോകുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ. പക്ഷെ അത്രയും സ്ഥലം ഉണ്ടായിട്ട് പോലും ഓവർടേക്ക് ചെയ്തിട്ട് റൈറ്റ് വശത്തോട് കൂടി ചേർന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ആ ലോറിക്ക് നല്ല രീതിയിലേക്ക് പോകാമായിരുന്നു. പക്ഷെ ആ അശ്രദ്ധ മാത്രമാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ലോറി ഡ്രൈവർ മാത്രമാണ്. റൈറ്റ് സൈഡോട് കൂടി അദ്ദേഹത്തിന് ഓവർടേക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലം അവിടെ കിടക്കുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് എടുത്തതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ ആ ഒരു സ്കൂട്ടറിനെ തട്ടി അദ്ദേഹം മരിക്കാനുള്ള കാരണം ഈ CCTV വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവിടെ വീതി, റോഡിന്റെ വീതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരുപാട് ജനങ്ങൾ അവിടെ ആ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. ഒരു വലിയൊരു വണ്ടി വന്നാൽ ചെറിയൊരു വണ്ടിക്ക് മാത്രമേ, രണ്ട് വലിയ വണ്ടികൾക്ക് അതിലൂടെ സഞ്ചരിക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല. വീതി കൂട്ടേണ്ടത് അനിവാര്യമാണ്. എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഉടമയോടും കൂടി പറയാനുള്ളത്, കുറച്ച് ഒരു മീറ്ററെങ്കിലും നിങ്ങൾ റോഡിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഇനിയും ഈ ട്രാഫിക് ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ ഇനി ഒരുപാട് മരണങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നഗരസഭയും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഇടപെട്ട് ഉടമകളും വലിയ 2 വാഹനങ്ങളും പോകാനുള്ള ഒരു സംവിധാനം ആ റോഡിലൂടെ ഒരുക്കി കൊടുക്കണം എന്നും കൂടി പറയാനുണ്ട്.